അതാണ്ട് ഈ പുള്ളിക്കാരനെ ഇദ്ദേഹത്തിന്റെ ജ്വല്ലറി ഒന്ന് നോക്കി വെച്ചോളൂ. കേരളത്തിലെ വലിയൊരു തട്ടിപ്പിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. കഥ ഇത്രേ ഉള്ളൂ. ഇസ്ലാമിന്റെ പേരിലുള്ള തട്ടിപ്പ്. ചുരുക്കി പറഞ്ഞ ഇസ്ലാമിന്റെ പേരിലെന്ന് പറയാൻ പറ്റത്തില്ല. സർവശക്തനായ അള്ളാഹുവിന്റെ പേരിലുള്ള തട്ടിപ്പ്. അത്രയും ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ചെറുതായിട്ടൊന്ന് ഗോൾഡ് ബിസിനസ് ചെയ്തു തുടങ്ങി. 0% മേക്കിംഗ് ചാർജ്. കേരളത്തിൽ ആർക്കും ഇന്നുവരെ കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ 0 ഞങ്ങൾ പണിക്കൂലി വാങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പ് തുടങ്ങി. ആൾക്കാർ ഇടിച്ചു കയറി. പക്ഷെ ഷോപ്പുകൾ പിന്നീട് അങ്ങ് വികസിച്ചു. ഒരു ഷോപ്പ് 2, 2 ഷോപ്പ് 3, 3 ഷോപ്പ് 4, 4 ഷോപ്പ് 5. ഇപ്പൊ അദ്ദേഹത്തിന് പറയുന്നത് അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രം ഏകദേശം 33 ഷോറൂമുകൾ ഉണ്ടെന്നാണ്. 33 ഷോറൂം 14 ജില്ലകളിലും 14 വെച്ച് തുടങ്ങിയാലും. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഷോറൂമിന്റെ കണക്ക് ഇങ്ങനെയാണ്. ഒരു ഷോറൂം, അതായത് ഒരു വലിയൊരു ബിൽഡിങ്ങിനകത്ത് ആ ബിൽഡിങ്ങിനെ തിരിച്ച് 3 കടയായിട്ട് അങ്ങ് സെറ്റ് ചെയ്യും. ഒന്ന് റീറ്റെയിൽ, ഒന്ന് ഹോൾസെയിൽ, ഒന്ന് റീറ്റെയിലിന്റെ റീറ്റെയിൽ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. അതാണ് ഇദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി. എന്ന് പറഞ്ഞ് ഷോറൂമുകളുടെ എണ്ണം കൂട്ടി കാണിക്കുന്നു, ആൾക്കാരെ അതിലേക്ക് ആകർഷിക്കുന്നു. പക്ഷേ ഈ ആകർഷണത്തിന്റെ ഇടയിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്, അതായത് ഇന്ത്യയിലെ സർവ്വ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്തത്, ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ചു. ഇന്ത്യയിലെ നിയമം പ്രകാരം ഒരു ജ്വല്ലറി ഗ്രൂപ്പിലും ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കാനുള്ള അനുവാദമില്ല എന്ന് പറഞ്ഞിരിക്കെ അതിനകത്ത് ചെറിയൊരു നൂലാമാലയുണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് എങ്ങനെ സ്വീകരിക്കുക? ഗോൾഡ് സേവിംഗ് സ്കീമായിട്ട് സ്വീകരിക്കുക, അല്ലാതെ ഇൻട്രസ്റ്റ്, ലാഭം കിട്ടുന്ന. അതായത് പുള്ളിക്കാരന്റെ രീതി ഇതായിരുന്നു. 1,00,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ പുള്ളിക്കാരൻ 2,500 രൂപ പലിശയായിട്ട്. പലിശ എന്ന് പറയാൻ പാടില്ല, പലിശ നിങ്ങൾക്ക് ഹറാമാണ്. അതുകൊണ്ട് പലിശ എന്ന് പറയാൻ പറ്റത്തില്ല. ലാഭമായിട്ട് നിങ്ങൾ കൊടുത്തു തുടങ്ങി. ആ കൊടുക്കുന്നത് ഇന്ത്യൻ നിയമത്തിനെതിരല്ലേ? എന്താ പറയാത്തത്? ഇന്ത്യൻ നിയമത്തിനെതിരാണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ 0% മേക്കിംഗ് ചാർജ് ഇദ്ദേഹത്തിന് എങ്ങനെ ഗോൾഡ് കൊടുക്കാൻ സാധിച്ചു? ഇദ്ദേഹം ഗോൾഡിന് എക്സൈസ് തീരുവയൊന്നും അടയ്ക്കാതെയാണോ, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും അടയ്ക്കാതെയാണോ ഗോൾഡ് കൊണ്ടുവരുന്നത്? അതോ പണിക്കാരന് ഇദ്ദേഹം, അതായത് തട്ടാൻ ഇദ്ദേഹം പൈസ ഒന്നും കൊടുക്കുന്നില്ലേ ഗോൾഡ് പണിയുന്നതിന്? പിന്നെ എങ്ങനെ സാധിക്കുന്നു ഇദ്ദേഹത്തിന് 0% മേക്കിംഗ് ചാർജ് കൊടുക്കാൻ? ഒന്നെങ്കിൽ ആ വരുന്ന ഗോൾഡ് മറ്റുള്ള വഴികളിലൂടെ വന്ന് ഇദ്ദേഹത്തിന്റെ കൈകളിൽ എത്തുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ കൊണ്ടോട്ടിയിലും കോഴിക്കോട് എയർപോർട്ടിലൊക്കെ നടക്കുന്ന ഗോൾഡ് ബിസിനസ്? ആ ഒരു രീതിയിലുള്ള സിസ്റ്റം ആയിരിക്കും ഇദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നായിരിക്കും നമ്മൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് ഒരു മതം, അതായത് ഇസ്ലാം മതത്തിനെ മൊത്തത്തിൽ ഇദ്ദേഹത്തിന്റെ കച്ചവട തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ പുറകിൽ നിർത്തി. അവരിൽ നിന്ന് ക്യാഷുകൾ സ്വീകരിക്കുന്ന ക്യാഷുകളൊക്കെ എങ്ങോട്ട് പോയെന്ന് ഇദ്ദേഹത്തിന് പോലും അറിഞ്ഞുകൂടാ. ഒരു ലാഭവുമില്ലാത്ത രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ കച്ചവടം നടക്കുന്നത്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ ലാഭം എടുക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തിന് എങ്ങനെ 1,00,000 രൂപ ഇട്ടാൽ മാസം 2,500 രൂപ പലിശ കൊടുക്കാൻ സാധിക്കുന്നു? വീണ്ടും തെറ്റി, പലിശയല്ല, ലാഭം കൊടുക്കാൻ സാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഏകദേശം പറയുകയാണെങ്കിൽ 1,00,000 ഇട്ടാൽ 2,500 രൂപ ഒരു മാസം. അപ്പോൾ 1 കോടി ഇടുന്ന ഒരാൾക്ക് എത്ര രൂപയായിരിക്കും കൊടുക്കുന്ന ഇയാൾ? ഏകദേശം 2,00,000 മുകളിൽ ഒരു മാസം ഇദ്ദേഹം കൊടുക്കേണ്ടി വരും. അതേപോലെ എത്ര പേരുടെ നിന്നാണ് ഇദ്ദേഹം ഫണ്ടുകൾ സ്വീകരിച്ചിട്ടുള്ളത്? അവർക്കെല്ലാവർക്കും ഈ ഫണ്ടുകൾ ഇദ്ദേഹം കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഇദ്ദേഹത്തിന്റെ ഷോപ്പ് ഒരു 3 മാസം മുമ്പൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നതിന് ശേഷം ഏകദേശം ഒരു 3-4 മാസത്തോളം ഷോപ്പുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഇന്നും പല ഷോപ്പുകളും ഓപ്പൺ ആയിട്ടില്ല. വെറും ഒരു ഷട്ടർ മാത്രം ഉയർത്തി വെച്ചിട്ടാണ് അതിന്റെ സകല പ്രവർത്തനവും നടക്കുന്നത്. ഇദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി സെയിൽ മാത്രം മതി. അങ്ങനെ ചെയ്താൽ ബിസിനസ് ലാഭകരമാകൂ? ഒരിക്കലുമില്ല. ഇദ്ദേഹം ആൾക്കാരിൽ നിന്നും പൈസകൾ ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ചു. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒന്ന്. ഇന്ത്യൻ നിയമത്തെ തന്നെ കാറ്റിൽ പറത്തിയിട്ടുള്ള ഒന്ന്. ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ചു. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും പലിശ കൊടുത്തു. ഇങ്ങനെ കൊടുക്കാൻ പലിശ ഇല്ലാതെ വരുമ്പോൾ ഇദ്ദേഹം ഒരു പുതിയ ഷോറൂം തുടങ്ങും. ആ ഷോറൂം തുടങ്ങും. അവിടുത്തെ നിന്ന് ആൾക്കാരെ ഡെപ്പോസിറ്റ് സ്വീകരിക്കും. അത് ഇവിടെ കൊടുക്കും. എന്നിട്ട് ഇവിടെ ടൈറ്റ് ആകുമ്പോൾ അടുത്ത ഷോറൂം തുടങ്ങും. അവിടുന്ന് ഡെപ്പോസിറ്റ് ഇവിടെ കൊടുക്കും. കാരണം ഒരു ജ്വല്ലറി ബ്രാൻഡിൽ നിന്ന് മൂവ്മെന്റ്, അതായത് ഇവിടുന്ന് ഉള്ള ഐറ്റം അവിടെ കൊണ്ടുവന്ന് വെക്കും, അവിടെ ഉള്ള ഐറ്റം പുറത്ത് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ റോളിംഗ് ആയിരുന്നു. അവസാനം ഒരു IT റൈഡ് വന്നപ്പോൾ ഇദ്ദേഹം തകർത്തും പരാജയപ്പെട്ടു പോയി. ഇദ്ദേഹത്തിന് ആ റോളിംഗ് നടന്നില്ല, അതായത് ഫണ്ട് കൊടുക്കാൻ സാധിച്ചില്ല. കറക്റ്റ് സമയങ്ങളിൽ പലിശ, ആൾക്കാർ ഷോപ്പുകളിലേക്ക് ഓടിയെത്തി. എന്റെ പൈസ എവിടെ? ഞാനിവിടെ ജോലി ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്റെ പൈസ എവിടെ? എനിക്ക് പൈസ മാത്രം തന്നാൽ മതി, എനിക്ക് ലാഭമൊന്നും തരണ്ട, എനിക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ തന്നാൽ മതി എന്ന ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് കൂടി. ഗവൺമെന്റ് മൈൻഡ് ചെയ്തില്ല. ഗവൺമെന്റ് തിരിഞ്ഞു പോലും നോക്കിയില്ല. പോലീസ് ഇടപെട്ടില്ല. പ്രശ്നം എങ്ങനെയെങ്കിലും ഔട്ട്കോട്ട്സ് ആയിട്ട്, അതായത് കോർട്ടിന് പുറത്ത് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാനായിരുന്നു നോക്കിയത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കഠിനമായിരിക്കുന്നു. കാരണം സർക്കാർ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരും പൈസ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ആട് മാഞ്ചിയും തേക്ക് തട്ടിപ്പ് കണക്ക് ഇതുമൂലം തട്ടിപ്പായിട്ട് എന്തായാലും വാഴ്ത്തപ്പെടും. എന്തായാലും പൈസ ഇട്ടവർക്കും പൈസ ഇനി കിട്ടാനുള്ളവർക്കും
കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊള്ളുന്നു.